Hi children, good morning everybody. Say good morning auntie. Okay, all of you take your textbook, page number 76. ഉറക്ക വായിക്കട്ടെ എല്ലാവരും. പാഠം 2 ആന ആ ആ റ നാ ദീർഘം നാ ആന 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 ഇതെല്ലാവരും ഷെയ്ഡ് ചെയ്യണം. ഇനി ആമ ആമ ആല ആല ആന ആന ആട ദീർഘം ഡാം ആടാം. ഇനി ഈ പാട്ട് എല്ലാവർക്കും ആൻറ്റി പാടിത്തന്നതാണ്. അത് ഇന്നൊരു പ്രാവശ്യം കൂടി പാടിത്തരേണ്ട. എല്ലാവരും ഉറക്കെ പാടാം കേട്ടോ. എന്നിട്ട് അത് പഠിക്കണം. ഒന്നുകൂടി ആൻറ്റി പാടിത്തരും വേണം. ആന കുട്ട കറുകറുമ്പ എന്നെ തൊടുവാൻ നോക്കണ്ട, ഉയിരും നിറവും നിന്നെ പോലെ, എന്നുടെ പേരൊരു കുഴിയാന. പാട്ടെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി നമ്മളിതിൽ ആനയും ആമയും എഴുതി പഠിച്ചു. ഇനി നമ്മൾ ആല ആല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ. എന്താണ്? കത്തി, വാള്, വെട്ടുകത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തിനാണ് ആല എന്ന് പറയുന്നത്. ആലയിൽ ഇരുന്നിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണിയുക. എഴുതാ ആല. എല്ലാവരും താഴെ വരെ എഴുതണം. ഇനിയോ ആന നിങ്ങൾ എഴുതിയതാണ്, ആമ എഴുതിയതാണ്. ഇനി ആലയും ആടാം, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെ എഴുതുക? ഡാ പഠിച്ചില്ലേ? ദീർഘം ഡാ. ഇനി അതിനെ ഒരു ചേർത്താൽ ഡാം. അപ്പോൾ ആടാം. ആല എഴുതാൻ എളുപ്പല്ലേ? ഇതെങ്ങനെ എഴുതുക? ഡാ ദീർഘം ഡാം ആടാം. മനസ്സിലായോ? ദീർഘം ഇടുമ്പോ എന്താണ്? നീട്ടി പറയും. പിന്നെ ഒരു ചേർക്കും. അപ്പൊ എന്തായി? ഡാം എന്ന് പറഞ്ഞു. ഡാ ദീർഘം ആടാം. മനസ്സിലായില്ലേ? ഇപ്പം ഇനി എന്താണ്? നമ്മൾ സ്വരാക്ഷരങ്ങൾ ഏതുവരെ പഠിച്ചു? അ ആ ഇ ഈ ഉ ഊ ഋ എ ഐ ഒ ഓ ഔ അ. അതില് ഐ വരെ നമ്മൾ പഠിച്ചു. ഇനി ഐ കഴിഞ്ഞ ഏതാണ്? ഓ. ഓ എങ്ങനെ എഴുതുക? നോക്കുക. ആദ്യം ഒരു ചെറിയ എഴുതി, ഒരു എഴുതി. കണ്ടോ? ഓ കണ്ടോ? എളുപ്പല്ലേ ഓ എഴുതാൻ? എല്ലാവരും ഇത് പറഞ്ഞു പഠിക്കണം. ഓ ഒച്ച്, ഒരുമ, ഒട്ടകം. ഇതാ ഒരു ചെറിയ എഴുതുക. പെൻസിൽ എടുക്കാണ്ട് ഒരു എഴുതാം. എന്തായി? ഓ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഓ. അതും എളുപ്പമാണ്. എങ്ങനെയാണ്? ഒരു ചെറിയ എഴുതി ഇതാ എഴുതിയാൽ ഓ, അതിന് ദീർഘം ഓ. കണ്ടോ? എളുപ്പല്ലേ ഇത് എഴുതാൻ? നോക്കൂ. ഓ ഓ ഓ ഓ ദീർഘം ഓ. നമ്മൾ ഇതുവരെ ദീർഘം ഇട്ടിട്ട് നീട്ടി പറയാനല്ലേ പഠിച്ചത്. ഇനിയിപ്പോ ഓയിന്റെ കൂടെ ഓ നീട്ടി പറയാൻ എങ്ങനെയാ? ഓ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ഓ, ഓല, ഓണം, ഓട്,
ഓട, ഓമന, ഓന്ത്, ഒരുപാട് വാക്കുകളുണ്ട് ഓ വെച്ചിട്ട്. അപ്പോൾ ഓ ഓ ഇതുകൂടി നിങ്ങൾ എഴുതി പഠിക്കണം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ എന്താണ് ഉകാരം പഠിപ്പിച്ചു തന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേ? ഉകാരം. ഇനി എന്താണ് ഊകാരം. അപ്പൊ നമുക്ക് പൂവ്, പൂമണം എന്നൊക്കെ എഴുതണമെങ്കിൽ രൂപ എന്നൊക്കെ എഴുതുമ്പോൾ ഊ എന്ന് വരും. അത് എഴുതണമെങ്കിൽ ആ ഊകാരം പഠിച്ചിരിക്കണം. എങ്ങനെയാണെന്ന് നോക്കാം. ഉകാരം ഇട്ടില്ലേ ഇങ്ങനെ, അത് ഒരു ചുറ്റും കൂടി ചുറ്റിയാൽ ഊകാരം ആയി. ഉകാരം ഇടാനായിട്ട് എല്ലാവരും പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്ന എളുപ്പമാർഗമാണത്. അതൊക്കെ കണ്ടോ, വെറുതെ ചെരിച്ചൊരു ദീർഘമല്ല, മുഴുവൻ ദീർഘമല്ല എങ്കിലും ഒരു ദീർഘം പോലെ കേട്ടോ. ഒരു ചുറ്റുക, പെൻസിൽ എടുക്കാതെ ഒരു ചുറ്റും കൂടി ചുറ്റിയാൽ ഊകാരം. കണ്ടോ, ഊകാരം. റാ പ്ലസ് ഊ, റൂ. ഉണ്ടോ? റാ പ്ലസ് ഊ, റൂ. റാ എന്നുള്ളതിന്റെ കൂടെ ഊകാരം ചേരുമ്പോ റൂ എന്നായി. രാ പ്ലസ് രൂ. അപ്പൊ നമുക്ക് ഈ രൂ പഠിച്ചാലേ രൂപ എന്ന് എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇനി താ പ്ലസ് ഊ, തൂ. താ പ്ലസ് ഊ, തൂ. ഞാ പ്ലസ് ഊ, ന്യൂ. ഞാ പ്ലസ് ഊ, ന്യൂ. വാ പ്ലസ് ഊ, വൂ. വാ പ്ലസ് ഊ, വൂ. പാ പ്ലസ് ഊ, പൂ. പാ പ്ലസ് ഊ, പൂ. ലാ പ്ലസ് ഊ, യൂ. ലാ പ്ലസ് ഊ, ലൂ. മാ പ്ലസ് ഊ, മൂ. മാ പ്ലസ് ഊ, മൂ. ഒരു പ്രാവശ്യം കൂടി പറയാം എല്ലാവരും. ഊകാരം. റാ പ്ലസ് ഊ, റൂ. രാ പ്ലസ് ഊ, രൂ. താ പ്ലസ് ഊ, തൂ. ഞാ പ്ലസ് ഊ, ന്യൂ. വാ പ്ലസ് ഊ, വൂ. പാ പ്ലസ് ഊ, പൂ. ലാ പ്ലസ് ഊ, ലൂ. മാ പ്ലസ് ഊ, മൂ. ഇത് ഇത്രയും നിങ്ങൾ എഴുതണം. ഫെയർ ബുക്കിൽ എഴുതണം. അത് കഴിഞ്ഞ് സ്ലൈറ്റിൽ എഴുതി പഠിക്കണം ഓരോന്നായിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ആ ദീർഘം പഠിച്ചു, ഈ വള്ളി, ഈ കെട്ടുവള്ളി, ഉകാരം, ഊകാരം പഠിച്ചു. ഇതെല്ലാം ഇടയ്ക്കൊന്ന് നിങ്ങൾ എഴുതി നോക്കണം.
അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഓൾ ഓഫ് യു സ്റ്റാൻഡ്. താങ്ക് യു ചിൽഡ്രൻ. സേ താങ്ക് യു ആൻറ്റി. ബൈ.